Good morning, dear students. How are you all? I hope all of you are fine. Okay. Then last class we completed our 17th chapter adjective. Okay. Then today we are going to discuss about our 18th chapter adjective. Okay. Adjective. Lesson adjective. First of all of you take page number 60. Page number 60. Okay, page number 60. Adjectives. Words that tell us more about nouns are called describing words or adjective. We already studied about in the second standard about adjectives. Okay, ഒരു നൗണിനെ കുറിച്ച് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ അഡ്ജക്റ്റീവായി മാറും. വേർഡ്സ് ദാറ്റ് ടെൽ us more about nouns are called describing words or adjective. ഒരു നൗൺസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താണത് അഡ്ജക്റ്റീവിൽ പെടും അല്ലേ. ഫോർ എക്സാമ്പിൾ ഹിയർ there is some rice left in the bowl. there is some rice. സം റൈസ് എന്ന് പറയുമ്പോൾ സം എന്താണ് കുറച്ച് എന്ന് പറയും അല്ലേ. റൈസിനെ കുറിച്ച് പറഞ്ഞത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ. ഓക്കെ, then there is some rice left in the bowl. Okay, then I ate 2 sandwich at breakfast today. I ate 2 sandwich at breakfast today. Okay, here 2 എന്താണ് yes 2 sandwich എന്നുള്ളത് അല്ലേ. സാൻഡ്വിച്ച് എന്ന് 2 sandwich എന്നുള്ളത് 2 എന്താണ് ഒരു അഡ്ജക്റ്റീവ് ആണ്. What a beautiful day. What a beautiful day. Okay, here beautiful day. ഒരു ഡേ വാട്ട് എ ഡേ എന്ന് പറ്റില്ല അല്ലേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എന്താവും അതൊരു അഡ്ജക്റ്റീവായി മാറും. ദെൻ ദ ടൈനി ആൻഡ് ക്ലൈംബ്ഡ് അപ്പോൺ ദ വാൾ. ദ ടൈനി ആൻഡ് ക്ലൈംബ്ഡ് അപ്പോൺ ദ വാൾ. ടൈനി ആൻഡ് ആൻഡ് എന്നുള്ളതല്ല, വെറും ആൻഡ് അല്ല, ടൈനി ആൻഡ് ആണ്, ചെറിയ ആൻഡ് ആണ് അല്ലേ. അപ്പോൾ എന്താ ടൈനി എന്നുള്ളത് എന്താണ് ഡിസ്ക്രൈബിങ് വേർഡ് ആണ്. ഓക്കെ, ദ വേർഡ്സ് ഇൻ ബ്ലൂ ആർ അഡ്ജക്റ്റീവ്. വിച്ച് ആർ ദേ? സം, 2, beautiful, tiny. Okay, then note that an adjective can tell us about many things. It can tell us more about the quantity, numbers, opinion, size, shape, age and color of a noun. ഇതൊക്കെ ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ഒന്നിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്പേഴ്സ്, ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ അല്ലേ, സൈസ്, ഷേപ്പ്, ഏജ്, കളർ, ഇതെല്ലാം പറയുകയാണെങ്കിൽ അതൊക്കെ എന്താണ് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഹിയർ study this table with the describing words. Okay, here's some describing words: quantity, number, several, some, 16, fourth. Opinion: hot, happy, bitter, difficult. Size: large, tiny, short, tall. Shape: round, circle, circular, triangle, square. Age: young, old, new, ancient. Color: blue, brown, black, orange. ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ എന്താണ് അഡ്ജക്റ്റീവുകളാണ് അല്ലേ. അഡ്ജക്റ്റീവുകളാണ് അല്ലേ. ദെൻ ഹിയർ പൊസിഷൻസ് ഓഫ് ആൻ അഡ്ജക്റ്റീവ് ഇൻ എ സെൻറ്റൻസ്. ഇനി ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ എവിടെയാണ് അഡ്ജക്റ്റീവ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഒരു നൗണിന് മുൻപാണോ അല്ലെങ്കിൽ നൗൺ എഴുതി കഴിഞ്ഞതിന് ശേഷമാണോ അഡ്ജക്റ്റീവ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ റീഡ് ദ എക്സാമ്പിൾസ് ആൻഡ് എബോ അഗെയിൻ. ആർ ഓൾ ദ അഡ്ജക്റ്റീവ് യൂസ്ഡ് ബിഫോർ ദ നൗൺസ് ദേ ആർ ഡിസ്ക്രൈബ്ഡ്. എന്താണ് ബിഫോർ നൗൺസ് ആണ് അല്ലേ. അതായത് നൗൺസിൻ്റെ മുൻപിലാണ് എന്ത് നമ്മൾ അഡ്ജക്റ്റീവ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ വായിച്ചിട്ടുള്ള എല്ലാ സെൻറ്റൻസുകൾക്കും നൗണിന് മുൻപായിട്ടാണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ സം റൈസ്. സം എന്നുള്ള എന്താണ് അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ദെൻ 2 സാൻഡ്വിച്ച്, ബ്യൂട്ടിഫുൾ ഡേ, ടൈനി ആൻഡ്. ഓക്കെ, ടൈനി ആൻഡ്. ദെൻ ഹിയർ യെസ് they are. The adjective some is used before noun rice. Similarly, the adjective 2 is used before the noun sandwich. Beautiful is used before day and tiny before and. Okay, അപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചുള്ള എല്ലാ സെൻറ്റൻസിലും നൗണിന് മുൻപായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. യെസ്,
describing words, adjectives use ചെയ്തിട്ടുള്ളത്. Okay, then however page number 61. All of you take page number 61. However, we can use some adjective after the nouns they describe. അതുപോലെ തന്നെ we already told that most of the adjective are used before noun. Here some adjective are used after noun. Okay, here the words: the weather is pleasant today, the apples are rotten, Surya is tall, Deepika is friendly. Here weather is pleasant. Okay, weather is pleasant. അവിടെ weather കഴിഞ്ഞിട്ടാണ് pleasant എന്നുള്ള describing words adjective കൊടുത്തിട്ടുള്ളത് അല്ലേ. The apples are rotten. Here rotten. Then Surya is tall. Then Deepika is friendly. Okay, ഈ സെന്റൻസുകളിലൊക്കെ adjectives എവിടെ ഉപയോഗിച്ചല്ലേ? After nouns അല്ലേ. The adjectives in the sentence above are used after the underlined nouns. Okay, these are the nouns. Then next all of you listen. Okay, then this is adjective. Adjective is a describing words. Okay, then next we can go through our exercise part. Okay, then here underline the adjective in the sentence one has been done for you. It's an easy exercise. Only underline the adjectives. Okay, I bought a pretty bucket for my mother. Okay, pretty. Undo, it's a adjectives. Okay, then this medicine has a bitter taste. The medicine has a bitter taste. Okay, which one is adjective in this sentence? Second sentence, this medicine has a bitter taste. It is the adjective. Okay, yes, very good. Bitter. All of you underline this word bitter in your textbook. Okay, bitter, B-I-T-T-E-R, bitter. This medicine has a bitter taste. Okay, then third question. The 8 planets orbit the sun. The 8 planets orbit the sun. Which are the, we already told the numbers also adjective. Which here is one number. 8. 8 is the adjective in the third sentence. 8. 8 is the another adjective in third sentence. Okay, then fourth one. What an exciting match that was. What an exciting match that was. Okay, in the sentence which is the adjective. What an exciting match that was. Yes, very good. Exciting is the adjective. Exciting is the adjective in this sentence. Okay, then next. I am reading an interesting book now. I am reading an interesting book now. Okay, which is the adjective in the sentence? Yes, interesting. Fifth one. Interesting book now. It's the interesting is the adjective in this sentence. Next, we should always eat a balanced and healthy diet. We should always eat a balanced and healthy diet. Okay, here in the sentence there is two adjectives. Which are they? We should always eat a balanced and healthy diet. Which are they? Balanced and healthy. These are the two adjectives in the sentence. Balanced, first one. Balanced
and another healthy. Another one healthy. Okay, healthy is balanced and healthy. These are the adjective in the sentence. Okay, then seventh one, he is doing great research on the ancient building on the city. Seventh sentence. Here seventh sentence, he is doing great research on the ancient building on the city. Okay, in the sentence, which is the adjectives? Great, ancient, great and ancient. Okay, great and ancient, great and ancient. Okay, this is the two adjective in this sentence. Okay, last one, eighth one. Next, eighth one. The kind girl helped the old lady cross the busy road. The kind girl helped the old lady cross the busy road. Okay, here there is not one adjective. Here more than one. Which are they? First one, kind. Kind. Then old. Second one, old. And last one, busy. Busy. These are the adjective in last sentence. Kind, old and busy. Okay, then all of you underline this adjective in your textbook. Which are they? Bitter. Second sentence, bitter. Third sentence, age. Fourth sentence, exciting. And fifth sentence, interesting. Sixth sentence, balanced and healthy. Then seventh, great and ancient. Then eighth, kind, old and busy. Okay, these are the adjectives in this sentence. Okay, then next. Okay, next B activity. All of you listen to the B activity. B activity. Circle the adjective in each sentence and fill in the blanks with its opposite. One has been done for you. Okay, then here circle the adjective in each sentence, filling in the blanks with its opposite. Opposite വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതണ്ടേ അല്ലേ? ഓക്കെ. Rashmi's hair is curly but mine is straight. Here curlyന്റെ opposite ആണ് എന്ത്? Straight എന്നുള്ളത് അല്ലേ? ഓക്കെ, then Rohit is active but Amit is activeന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? Active. ഭയങ്കര ആക്റ്റീവ് ആണ്, എനർജറ്റിക് ആണ്. then ഓപ്പോസിറ്റ് മടിയനായിരിക്കും അല്ലേ? വാട്ട് ഇസ് ദ മീൻ ഇംഗ്ലീഷ് വേർഡ്? Lazy. Okay, Rohit is active but Amit is lazy. Then all of you write in your textbook lazy. Lazy. Okay, lazy. Rohit is active but Amit is lazy. All of you write in your textbook. This road is wide but that land is wide. Wide ആയിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? Narrow. Okay, this road is wide but that land is narrow. Then write narrow. Narrow. Okay, narrow. Then page number 62. All of you take page number 62. This knife is blunt but that knife is the knife is blunt but that knife is blunt into opposite sharp. Okay, fourth one, sharp. Sharp. Okay, next fifth one, the kitchen is clean but the washroom is rather
Clean the opposite. Yes, dirty. 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 Okay. The kind hero defeated the dash villain in the film. Kind hero എന്ന് പറയുമ്പോൾ kind എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? We already studied in our textbook, English textbook. Unkind. We can write cruel or unkind. Okay. Then 7th. She is always polite, but she was dash to us yesterday. She is always polite, but she was dash to us yesterday. Polite in the opposite. Yes, rude. Rude. Okay, then 8th one. I sit the last row in class whereas Punida sits in the dash row. Then last opposite. Yes, first. First. Then all of you listen. Second, lazy. Lazy. Active opposite, lazy. Then wide opposite, narrow. Then blunt opposite, sharp. Clean opposite, dirty. Then kind opposite, unkind. Then seventh which one? Polite opposite, rude. And last opposite, first. Then all of you write this in your textbook. Okay. Then next all of you listen the last activity. Circle the adjective and underline the noun it describes in each sentence. Okay. Here this is your homework. Okay, this is your homework. All of you circle adjective and underline the describing underline the noun describe each sentence. Okay. Adile adjective circle cheyugayum noun underline cheyugayum cheyyanam. Okay, this is your homework. Okay, I hope all of you understand this chapter. Adjective is a describing word. Okay, then if you have any doubt about this chapter, you can ask me. Okay, I hope all of you understand this chapter. Okay, we can wind up today's class. We can meet next class. Thank you.